ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് തങ്കമണി കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. FTF തൃശ്ശൂർ രാഗത്താണ് നമ്മൾ പടം കാണുന്നത്. അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യം തന്നെ പറയാം. ഈ പടം വിഷ്വൽസ് ഗംഭീരമാണ്. ഈ പടത്തിൽ രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത രണ്ടാമത്തെ മൂവി, ഉടലിന് ശേഷം സംവിധാനം ചെയ്യുന്ന മൂവിയാണ്. ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പാട്ട ഈ മൂവി. കാരണം ഇതിന്റെ ഫസ്റ്റ് ട്രെയിലർ വന്ന സമയം മുതൽ നമ്മൾ വെയിറ്റ് ചെയ്തൊരു മൂവിയാണ്. 2-3 റീസൺ. രതീഷ് രഘുനന്ദന്റെ ഉടൽ കണ്ടപ്പോൾ ഞാൻ ഒരു കട്ട ഫാനായതാണ്. ഒരാൾ രണ്ടാമത് ചെയ്യുന്ന ഒരു പടം, അത് റിയലിസ്റ്റിക് സ്റ്റോറി. തങ്കമണി എന്നൊരു സ്ഥലത്തുണ്ടായ സംഭവം, ഇടുക്കിയിൽ തങ്കമണി എന്നൊരു സ്ഥലത്തുണ്ടായ റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. പിന്നെ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ട അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് വെയിറ്റ് ചെയ്തൊരു പടമാണ്. പടം കണ്ട ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പടം എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത്. ഒരു മോശം പടം എന്നൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട് ഈ പടത്തിൽ. എന്താണെന്ന് വെച്ച് വിഷ്വൽസ്, ആ കാലഘട്ടം 86 കാലഘട്ടം കൊണ്ടുവന്ന രീതി, ബസ് കാര്യങ്ങൾ, അവരുടെ കോസ്റ്റ്യൂംസ് ഒക്കെ ഒരു രക്ഷയിലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസുകളായാലും എല്ലാവരും ഒരുവിധം മോശമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസുകളാണ് ഈ പടത്തിൽ ചെയ്തിട്ടുള്ളത്. എല്ലാവരും മോശമില്ലാത്ത രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ദിലീപേണ്ട പെർഫോമൻസ് ആയാലും എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നീത പിള്ളൈ, പ്രാണിത പോലീസ് ഓഫീസർ ചെയ്ത ആള്, പിന്നെ അജ്മൽ ഒക്കെ ചെറിയ റോളുള്ള ആളൊക്കെ ഒരു റോളിന്റെ അവിടെ ആവശ്യമുണ്ടാണെന്ന് തോന്നുന്നില്ല. മനോജ് ചേട്ടന്റെ ഒരു നല്ല പെർഫോമൻസ് ഈ പടത്തിൽ കണ്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം. സിദ്ദിഖ് ആസ് യൂഷ്വൽ എല്ലാ പടത്തിലും ചെയ്യുന്ന പോലെ നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സപ്തറാം, രമേശ് കോട്ടയം, അതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ്, അസീസ് നെടുമങ്ങാട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. മാളവിക, ഒരുപാട് പേരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിന് വലിയ സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഉള്ള റോളുകൾ മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മോശമില്ലാത്ത BGM, ക്യാമറ, ടെക്നിക്കൽ ടീമൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിലിമിലേക്ക് ഇപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ, ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നല്ല സദ്യ വിളമ്പി വെച്ചിട്ടുണ്ട്. ഒരുപാട് കറികളുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം സദ്യയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സദ്യയിലെ മെയിൻ സാധനം എന്താ, സാമ്പാറാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം അവിയലാണ്. പക്ഷെ അവിയൽ നന്നായിട്ടുണ്ട്, സാമ്പാർ നന്നായിട്ടില്ല. അങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ട്. അതാണ് ഈ ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പടത്തിലെ എല്ലാ സംഭവങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. തിരക്കഥയിൽ ചെറിയൊരു കെട്ടുറപ്പ് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കണക്ഷൻ വരുന്നതിൽ പടം കറക്റ്റായിട്ട് കണക്ഷൻ വരുന്നില്ല. അതിൻ്റെ ഒരു ഭയങ്കര വിഷയം ഇന്റർവെൽ വരെ ശരിക്കും ലാഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്റർവെലിന് ശേഷം പടം ഒന്നും കൂടി നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഈ പടത്ര ലെങ്തി ആവേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ എന്ന് വെച്ചത് റിയലിസ്റ്റിക് സ്റ്റോറിയാണ്, ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആള് രണ്ടാമത്തെ മൂവിയാണ് രതീഷ് രഘുനന്ദന്റെ. അപ്പൊ അതിന്റെ ഒരു ലിമിറ്റേഷൻ ഞാൻ ഇവിടെ കണ്ടു. ഉടലെന്ന പടത്തിൽ നമുക്ക് ഒരു മിനിറ്റ് പോലും അത് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചിത്രം കാസ്റ്റിംഗ് കാര്യങ്ങൾ കൊണ്ടുവന്ന് ഒരു റിയലിസ്റ്റിക് സ്റ്റോറി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓരോ ക്യാരക്ടറിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ അതിലെന്തൊക്കെ ഒരു അപാകത വന്നിട്ടുണ്ട്. ദിലീപേട്ടന്റെ ഒരുപാട് സ്ക്രീൻ ഫേസ് വന്നിട്ടുണ്ട്. അതിനിടയിൽ മറ്റുള്ള ആളുകൾക്ക് അത് എന്താ പറയുക, തീരെ കിട്ടാത്ത രീതിയിലും തോന്നിപ്പോയി എന്നൊരവസ്ഥയുണ്ട്. പിന്നെ പടത്തിൽ കുറെ മാറ്റങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരു പടം ചെയ്തിട്ടുള്ളത്. വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെയ്ത പടം 86 കാലഘട്ടങ്ങളിൽ വന്ന പടം ഇപ്പോൾ കാലഘട്ടത്തിൽ വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ദിലീപേട്ടന് എന്താ പറയാ, ഒരു സ്പേസ്, അത്യാവശ്യം ഹീറോയിസം കാണിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്ര കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. പിന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയത്. വലിയ സംഭവം ഒന്നല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ആ രീതിയിലെ കാണിക്കുന്നുണ്ടോ ചില ഭാഗങ്ങളിൽ. ചില ഭാഗങ്ങളിൽ ഭയങ്കരമായിട്ട് ഫൈറ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മൊത്തത്തില് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി. നമ്മൾ പ്രതീക്ഷിച്ച അത്രയ്ക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മൾ സദ്യയിൽ സാമ്പാർ മോശമായ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത്. പടം എല്ലാം ഉണ്ട് പടത്തില്, ഒരുപാട് കറികളൊക്കെ ഉണ്ട്, അതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ചെറിയ മിസ്റ്റേക്സുകൾ വന്നു. പക്ഷെ ആ കണക്ഷൻ കിട്ടാതെ പോയി കുറെ കാര്യങ്ങളിലൊക്കെ. എന്നാലും മോശമില്ലാത്തൊരു എക്സ്പീരിയൻസ് വന്നൊരു മൂവിയാണ്. പിന്നെ ഒരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ പെർഫോമൻസ് എടുത്തു പറയുന്നുണ്ട് എനിക്ക്. പക്ഷെ അത് നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യാം. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി. ഒരു ഇത് ശരിക്കും യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അവർക്കത് എത്രമാത്രം ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ടൊക്കെ നമുക്കറിയാം, പ്രേമിൽ അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ തകർത്ത് കളിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാത്ത പടങ്ങളാണ് അതൊക്കെ. അപ്പൊ ഈ ഒരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു 30 years 40 years ബിഫോർ വരുന്നൊരു പടമാണ്. അപ്പൊ അതിൻ്റെതായ ഒരു യൂത്ത് ഓറിയന്റഡ് ആയിട്ട് അത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് ഫാമിലിയില്, പ്രത്യേകിച്ച് ഇന്ന് ഫസ്റ്റ് ഷോയ്ക്ക് ദിലീപിന്റെ പടം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഒരു ചെറിയ ദിലീപിന്റെ ഇമോഷൻ സീനൊക്കെ വർക്ക്ഔട്ട് ആവുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി. ഇന്റർവെല് സമയത്ത് ഒരു ഡിസ്കഷൻ കേട്ട സമയത്ത് അത്യാവശ്യം ഇമോഷണലി ആള് ഭയങ്കരമായിട്ട് കുറെ സീനുകൾ ഉണ്ട് ഇതില്. അതുപോലെ തന്നെ ആക്ഷൻ, പിന്നെ കോമഡി ആളധികം ഇല്ല. ഇന്നത്തെ ഫ്ലെക്സിബിൾ ആയിട്ട് 1-2 കോമഡികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിലുള്ള സ്പേസ് ഇല്ല ഈ പടത്തിൽ. കാരണം ഇങ്ങനത്തെ ഒരു സ്റ്റോറിയാണുള്ളത്. അപ്പോൾ ആ യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് എത്രമാത്രം പടം ഇഷ്ടപ്പെടുന്ന പറയാൻ പറ്റില്ല. പക്ഷെ ഫാമിലിക്ക് ഇഷ്ടപ്പെടാം. എന്നെ സംബന്ധിച്ച് പേഴ്സണൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തോന്നി. കാരണം എൻ്റെ ഒരു ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ ലെവലിലാണ് കാണാൻ. ആ രീതിയിലാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിരുന്നത്. ഇതൊരു വേറെ സംഭവം മൂവി ആയിരിക്കും എന്നൊക്കെയാണ്
വിചാരിച്ചിരുന്നു. പക്ഷെ അതിലേക്ക് എത്തിയിട്ടില്ല. എന്നാലും ഒരു കുഴപ്പമില്ല വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെങ്തി ഒക്കെ ഒഴിവാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരുന്നു. എന്തായാലും ഇതൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആവണമെന്നില്ല, പലർക്കും പല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ പടം കാണുക. ഇതൊരു ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയൊരു പടമാണ്, ആ മൂഡിലൊക്കെ കാണാൻ പറ്റിയൊരു പടമാണ്. അപ്പോൾ പടം കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്, ബൈ.